കഴിഞ്ഞ 28 വർഷമായി കേരളത്തിൽ സമരങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ബഹുരാഷ്ട്രക്കെതിരായിട്ട് സമരം ചെയ്ത് ആ കമ്പനിയെ ഇന്ന് നിലംപരിശാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളെ വിവരിക്കുന്നത്. അത് ഞങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രതികരണം ഭയങ്കര ഈ കാർബൺ ബ്ലാക്ക് എന്ന് പറയുന്ന പൊടി കാസോജീനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തില് കെറ്റിലൊക്കെ കിട്ടുന്ന വെള്ളത്തിന്റെ pH 7. ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള കിണറ്റിലെ വെള്ളത്തിന്റെ pH 3 2 ഈ വെള്ളം ഒന്നും ഉപയോഗിക്കാൻ പാടില്ലാത്ത വെള്ളമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല. ഞങ്ങളുടെ പാടശേഖരങ്ങൾ ആയിരക്കണക്കിന് 1.5 അടി തിക്കനസിന് കാർബൺ കരി ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കുകയാണ്. ഇത് ഇപ്പൊ ഭരിക്കുന്ന മുഖ്യമന്ത്രി 3 വർഷം മുമ്പ് നിയമസഭാ സമിതിയുടെ പ്രതിനിധിയായിട്ട് അവിടെ വന്നു ഇത് കണ്ട് അദ്ദേഹം പറഞ്ഞ് ഇത് മരുഭൂമിയിൽ സ്ഥാപിക്കുന്ന കമ്പനിയായിരുന്നു എന്ന് പറഞ്ഞു പോയി. ഇതുവരെയായിട്ടും നടപടിയായിട്ടില്ല. എങ്കിലും ഞങ്ങളുടെ സമരത്തിന്റെ ശക്തി, ഞങ്ങൾ അനേകം പേര് രോഗികളെ ക്യാൻസറുള്ളവരുണ്ട്, അനേകം പേര് ശ്വാസകോശ അസുഖങ്ങളുള്ളവരുണ്ട്, സ്കിന്നിൽ ഒന്ന് തുടങ്ങല്ല എല്ലാ അസുഖങ്ങളാണ്. ഇങ്ങനെ ഞങ്ങൾ ഇന്ത്യക്കായിട്ട് മരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ പൊല്യൂഷന്റെ പ്രതീകമായിട്ട് ഒരുപിടി ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഞങ്ങളുടെ സമരശക്തി കൊണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരുടെ ഒരു ഭിന്നതയില്ലാതെ ആര് ഭരിക്കാൻ വരുമ്പോഴും അവൻ കമ്പനിയെ അനുകൂലിക്കും, പ്രതിപക്ഷത്തുള്ള ഒരു ചെറിയൊരു സംഗതി സഹായം ചെയ്യും. ഇതാണ് കഴിഞ്ഞ 28 വർഷമായിട്ട് ഞങ്ങളുടെ അനുഭവം. ഞങ്ങളുടെ സമര സമിതിയുടെ പ്രവർത്തകരുടെ എല്ലാവിധത്തിലുള്ള പിന്തുണയും സഹായവും സോളിഡാരിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങളും ഈ വികസനത്തിന്റെ പേരിലൊക്കെയാണ് ഇന്ന് ഇവിടെ വന്ന് എറണാകുളത്തും തിരുവനന്തപുരത്തും പല ഭാഗത്തും എത്തിപ്പെടാൻ കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു വേദി കണ്ടിട്ടുമില്ല, ഇങ്ങനെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല ഇത്രയും കാലം. ഏതായാലും വികസനത്തിന്റെ പേരിൽ ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന പ്ലാച്ചിമടയിലെ വികസനത്തിന്റെ ഫലമായി നശിച്ചു കിടക്കുന്ന കുറെ കുടുംബങ്ങൾ പല ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. മോക്ഷം കിട്ടുമെന്ന് മോക്ഷത്തിന് വേണ്ടി നടക്കുകയാണ്. അത് പ്ലാച്ചിമടയിൽ മാത്രമല്ല, ഞാൻ ഈ വേദിയിൽ വന്നപ്പോ എനിക്ക് മനസ്സിലായി എല്ലാവിടെയും എല്ലാ രാജ്യത്തും വെള്ളത്തിനും ജീവന്റെ ഈ നിലനിൽപ്പിന് വേണ്ടി ഓടി നടക്കുന്ന ജനത മാത്രമേ ഉള്ളൂ. ഏത് മേഖലയായാലും, തീരപ്രദേശമായാലും ശരി, കരഭാഗമായാലും ശരി, കടലോരങ്ങളായാലും ശരി, ഇനി മീൻപിടുത്തം ഏത് മേഖലയായാലും ജനം മോക്ഷത്തിന് വേണ്ടി മാത്രം ഓടി നടക്കുക. കാരണം നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വന്നു. കാരണം വികസനം 50-55 വർഷത്തും ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ടും ഞങ്ങള് വികസനത്തിന്റെ പേരിൽ അവസാനം ഞങ്ങളെ ചൂഷണം ചെയ്യപ്പെടുകയല്ല, ഇവിടെ മെഡിക്കൽ കോളേജ് കെട്ടി പരിശോധിപ്പിക്കുകയാണ്. കാരണം മൃഗങ്ങളൊന്നും ഇല്ലാണ്ട് പോയി. കാരണം വനം നശിച്ചു, കാട് നശിച്ചു, മല നശിച്ചു, വെള്ളം നശിച്ചു, എല്ലാം നശിച്ചു. കാരണം അവിടെ മൃഗങ്ങളില്ല, ജീവജാലങ്ങളില്ല, ഇനി മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അവൻ ഏറ്റവും പാവപ്പെട്ടവനേ ഉള്ളൂ, അവനെയെ പിടിക്കാൻ കിട്ടുള്ളൂ, അവനെയെ പരിശോധിക്കാൻ പറ്റുള്ളൂ, അവനെയെ അറുത്തു മുറുക്കാൻ പറ്റുള്ളൂ, അവർക്ക് വേണ്ട കഷ്ണമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമുള്ളൂ ഈ ഗവൺമെന്റിന്. അതുകൊണ്ട് ഞങ്ങൾ ഏത് കൂടി തന്നാലും ഞങ്ങൾ പഠിച്ചു ഫ്രണ്ടിൽ നിൽക്കും, അവർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ച് മുന്നിൽ നിൽക്കും, അവസാനം ഒരു ബീഡിയും വലിച്ച് ഞങ്ങൾ തിരിച്ചു പോകും. കാരണം ഭക്ഷണം കിട്ടില്ല. ഇന്ന് ഭക്ഷണം കുറച്ച് സുഖമായി കിട്ടി ഞങ്ങൾക്ക് സന്തോഷിക്കുകയൊക്കെ ഉണ്ട്. ഞങ്ങളും മറ്റുള്ളവരെ പോലെ ഇപ്പൊ എറണാകുളം സിറ്റിയിലെ ജനങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷിക്കുകയാണ്. കാരണം ഞങ്ങൾ കാണാത്തൊരു സംഭവം തിരുവനന്തപുരത്ത് പാന്റും കോപ്പും കണ്ണടയും കൂളിംഗ് ഗ്ലാസും വണ്ടി ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ആഗ്രഹമുണ്ട്. ഞങ്ങൾ മനുഷ്യനല്ല. കാരണം ഞങ്ങൾ മലയിൽ ഉടുതുണി പോലും ഇല്ലാതെ ഗുഹയിൽ കിടന്ന കാലത്ത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അതിനെ വലിച്ചിഴച്ച് ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്ന് ഞങ്ങളെ പുനരുദ്ധിപ്പിക്കുക, അതായത് ഞങ്ങളെ ഈ പരിഷ്കരിക്കുക, ജനങ്ങളെ പരിഷ്കരണത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ ആദിവാസികൾ കംപ്ലീറ്റും താഴെ വന്നാൽ മതി, ഞങ്ങൾക്ക് അധ്വാനിച്ച് എന്തോ പണ്ട് നമ്മുടെ പഴയ ബുക്കുകളിൽ, ഞാനത് പറയാൻ കിട്ടാത്തത് കൊണ്ട് പറയുകയാണ്, ശൂദ്രൻ എന്ന് പറയുന്ന അവർക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗത്തെ കിട്ടണമെന്ന്. കാരണം മറ്റുള്ളവനൊക്കെ വിദ്യാഭ്യാസം കഴിഞ്ഞു പോയാൽ അവനെ ഒന്നും കിട്ടില്ല. കാരണം അവനെ ഇനിയൊന്നും അറിയില്ല. കാരണം ഈ ദളിത് പിന്നോക്കങ്ങൾ മാത്രമേ അധ്വാനിക്കാവൂ. അവരെ അധ്വാനിച്ച് കിട്ടുന്ന കൃഷിയിൽ നെല്ലിന് ആകെ 3 രൂപയും 2 രൂപയും 10 രൂപയും കൊടുത്ത് ഇങ്ങനെ പല ഭാഗത്തുള്ളവർ സുഖമായി ഭക്ഷിക്കുകയും ചെയ്യാം. ഞങ്ങളെ കൊണ്ടുവന്ന് അന്ന് ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആ സ്വാതന്ത്ര്യം മാത്രം നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല ഞങ്ങൾ അവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന കൃഷിമേഖലയെ നശിപ്പിച്ചു, തരിപ്പണമാക്കി.
തരിപ്പണമാക്കിയത് മാത്രമല്ല, ഞങ്ങൾ ഒരു ഗ്ലാസ്, ഇന്ന് എല്ലാവരും പറയും പോലെ ഒരു ഇറ്റ് വെള്ളം, ഒരു ഇറ്റ് ഗ്ലാസ്, ഒരു ഇറ്റ് ഞങ്ങൾ തൊണ്ട നനയ്ക്കണം എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ കണയിൽ കുടം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അന്യമാണ്. കാരണം പാത്രങ്ങളാണ്, മൺപാത്രങ്ങളാണ്. കുടവും മൺപാത്രങ്ങളും ചട്ടിയും കുട്ടികളുമായിട്ട് അച്ഛനമ്മമാർ കിലോമീറ്റർ കണക്കിൽ നടന്ന അവസരമായി വെള്ളം കൊണ്ടുവന്ന് വീട്ടിലെത്തിക്കുമ്പോൾ അന്ന് പണിക്ക് പോകാൻ പറ്റില്ല. അവർക്ക് പോകാൻ പറ്റില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസിക്കാൻ പോകാൻ പറ്റില്ല. കാരണം എല്ലാവരും വെള്ളത്തിന് പോകുക. അത്രത്തോളം രൂക്ഷമാക്കി ഈ കേരളത്തിന്റെ വികസനം. എല്ലാവർക്കും അധ്വാനിക്കുന്ന മാത്രമല്ല, പട്ടിണി കിടക്കുന്ന പാവങ്ങളെ പുനരുദ്ധാരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുവരണം, അവരെ വിദ്യാഭ്യസിപ്പിക്കണം എന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് അധ്വാനിക്കുന്ന പാവങ്ങൾ, പട്ടിണി കിടക്കുന്ന പാവങ്ങളെ ഈ രാജ്യത്തിൽ മുന്നോക്കവസ്ഥയിലേക്ക് കൊണ്ടുവരണ ഒരു വികസനം ഉണ്ടെങ്കിലേ ഈ രാജ്യമുള്ളൂ, ഈ രാജ്യത്തിന്റെ നിലനിൽപ്പുള്ളൂ. അധ്വാനിക്കുന്ന വർഗം ഇല്ലെങ്കിൽ മറ്റുള്ളവൻ കൊക്കക്കോള കൊണ്ടോ പെപ്സിക്കോള കൊണ്ടോ കുടിച്ച് അവന്റെ വിശപ്പടക്കി അവൻ ഒരിക്കലും ജീവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ രാവും പകലും പ്രവർത്തിക്കുന്ന സോളിഡാരിറ്റി മൂവ്മെന്റിനോട് ഞാനായിട്ട് പ്രവർത്തിക്കുന്ന സമരസമിതി പ്ലാറ്റ്മട കൊക്കക്കോള വിരുദ്ധ സമരസമിതിയുടെയും അതിന്റെ 60 പ്രവർത്തകർ ഇവിടെയുണ്ട്. രാവും പകലും പന്തലിൽ കിടക്കുന്ന സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടെ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയോട് നന്ദി പറഞ്ഞുകൊണ്ട് നമസ്കാരം ചോദിക്കുകയാണ്. ഞാൻ 3 ശുദ്ധജല തടാകങ്ങളാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിയും, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയും, വയനാട് ജില്ലയിലെ പൂക്കോടും. ശുദ്ധജല തടാകം എന്ന് പറയുന്നത് വെറും ഒരു വെള്ളക്കെട്ട് മാത്രമല്ല, അതൊരു പരിസ്ഥിതിയുടെ ആവാസ കേന്ദ്രമാണ്. ആ പരിസ്ഥിതിയുടെ ആവാസ കേന്ദ്രങ്ങളായ ഈ 3 ശുദ്ധജല തടാകങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ ദിവസം കഴിയുന്നതോറും നാശത്തിന്റെ വക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ സോളിഡാരിറ്റിയുടെ പൂർണ്ണമായ സഹകരണം ഞങ്ങൾക്കുണ്ടാകും എന്ന് ഉറപ്പാണ്. ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കാൻ അവസരം തന്നതിന്, നിങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കാനുള്ള ഒരു അവസരം തന്നതിന് ഞാൻ സോളിഡാരിറ്റിയോട് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സോളിഡാരിറ്റി നടത്തുന്ന ഇത്തരം ശ്രമങ്ങളെ, ഈ അനാഥരല്ല ഞങ്ങൾ എന്ന് ഈ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോ നാട്ടിലും പോരാടുന്ന ആളുകൾക്കൊരു ഒരു ആത്മബലം നൽകുന്നതിനും അവരെ മുന്നോട്ട് നയിക്കുന്നതിനും അവരെ പിടിച്ചു നിർത്തുന്നതിനുമുള്ള ഒരു വേദിയായി ഈ സോളിഡാരിറ്റി മുന്നോട്ട് വരുന്നതിലുള്ള സന്തോഷം അറിയിക്കുന്നു, അഭിവാദനങ്ങൾ അറിയിക്കുന്നു. അപൂർവ സംഭവങ്ങളാണ്. ഇതുപോലെ വളരെ വർഷങ്ങളായിട്ട് ഞാൻ കണ്ട ഒരു അപൂർവ സ്ഥിതിയാണ്. ഇവിടെ കണ്ട ഇത്ര ആളും ഇതുപോലെ ഇത്രയും നേരം ഇങ്ങനെ ഇരുന്ന് ഇത് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊക്കെ ഉണ്ടാക്കിയത്. അപ്പൊ അത് തന്നെ വളരെ സന്തോഷമുള്ള കാര്യം. എന്തിനാ പ്രസംഗിക്കുന്നത്? അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള പരിപാടികളും അതിൽ പങ്കെടുക്കുന്ന ആൾക്കൂട്ടവും ഒക്കെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പിന്നെ ശാസ്താംകോട്ടയെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ചരിത്രമൊന്നും പറയാനിവിടെ സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടൊന്നും കടക്കുന്നില്ല. ഈ പ്ലാച്ചിമടയിൽ ഇത്രയും ഗ്ലാമറൊന്നും ഞാനിപ്പില്ല അവിടുത്തെ സമരത്തിൽ. അവിടെ 5 ലക്ഷം ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കായലുണ്ട്. അത് 1964 മുതൽ ആ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ തടാകത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 4.25 ചതുരശ്ര കിലോമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ ഒരു 490 ഏക്കറാണ് ആ ഡിപ്പാർട്ട്മെന്റ് കണക്കിൽ. അപ്പൊ അതിന്റെ ചുറ്റുമുള്ള 1250 ഏക്കർ അതിന്റെ വൃഷ്ടിപ്രദേശം മുഴുവൻ കൃഷി ചെയ്തിട്ടോ അല്ലെങ്കിൽ വീട് വെച്ചോ അല്ലെങ്കിൽ കക്കൂസ് വെച്ചോ എങ്ങനെയായാലും നശിപ്പിച്ച് നാനാവിശേഷമാക്കികൾ. ഒരു 10 കരിമീൻ മേടിച്ചൊരു മന്ത്രിക്ക് കൊണ്ട് കൊടുത്തിട്ട് 1 ഏക്കർ എഴുതി വാങ്ങിച്ചാണ് ഇപ്പോഴും അവിടെ വയനാട്ടിൽ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആലോചിച്ചോണ്ട് അവിടെ എങ്ങനെയാണ് ഈ സ്ഥലമൊക്കെ പോയതെന്നുള്ളത്. അപ്പൊ അങ്ങനെ എത്ര കണ്ട് ആ തടാകം വൃത്തികേടാക്കാം. എല്ലാ കക്കൂസുകളും ഡൈവേർട്ട് ചെയ്യുന്നത് ശാസ്താംകോട്ട കായലിലേക്കാണ്. പൊതുമരാമത്ത് വകുപ്പ് ഓട നിർമ്മിച്ച് അവസാനിപ്പിക്കുന്നത് ശാസ്താംകോട്ട കായലിലാണ്. 2 സ്ഥലത്ത്. ശാസ്താംകോട്ട കായലിന് കരയ്ക്കാണ് നാടോടികൾ വന്ന് കുറ്റിയടിക്കുന്നത്, അവിടെ തമ്പടിക്കുന്നത്, വളക്കുകയും ചെയ്യുന്നു. അവരെല്ലാം ഈ വിസർജ്യ സ്ഥലമായിട്ട് ഉപയോഗിക്കുന്ന ആ തടാകത്തിന്റെ കരയാണ്. അവിടെ ഞങ്ങളിലേക്ക് ഒരുപാട് TV ചാനലുകളിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. വെള്ളത്തിന്റെ നടുക്ക് വരെ നമ്മൾ സത്യാഗ്രഹങ്ങൾ. ഈ കായലിന്റെ നടുക്ക് വാഴപ്പുള്ളി കൂട്ടിവെച്ച് നമ്മൾ 24 മണിക്കൂർ സത്യാഗ്രഹം സമരം നടത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് സമരങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അതൊക്കെ കുറെ വർഷങ്ങളായിട്ട് ഇതിന്റെ പുറകിന് നടക്കുന്ന ആളാണ്. അപ്പൊ ആ ശാസ്താംകോട്ട ഈ തടാകത്തിന്റെ ഏറ്റവും വലിയ ഒരു സ്രോതസ് എന്ന് പറയുന്നത് പടിഞ്ഞാറേക്കരയുടെ പ്രദേശമാണ്. ആ പടിഞ്ഞാറേക്കരയുടെ പ്രദേശത്താണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണൽ ഖനനം. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചോളം, കാസർഗോഡ് ജില്ലക്കാരെ സംബന്ധിച്ചോളം ഒരുപാട് പരിമിതികളുണ്ട്. ഞങ്ങളുടെ
പല ആളുകൾക്കും ഇന്നും സംശയമുണ്ട്, കാസർഗോഡ് ജില്ല കേരളത്തിലാണോ കർണാടകത്തിലാണോ എന്നുള്ളത്. എൻഡോസൾഫാൻ വിഷയം, ഏറ്റവും മാരകമായ ഈ വിഷയം കാസർഗോഡ് ജില്ലക്ക് പുറത്ത് ഞങ്ങളുടെ സമരം ചെയ്യുന്ന സമരസമിതിയുമായിട്ട് അല്ലെങ്കിൽ സമരസമിതിയുടെ ആളുകൾ പങ്കെടുക്കുന്ന കാസർഗോഡ് ജില്ലക്ക് പുറത്തുള്ള ആദ്യത്തെ ചർച്ചാ യോഗമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ ഈ കൂട്ടായ്മയെ വളരെ നല്ലൊരു തുടക്കമായിട്ടാണ് കാണുന്നത്. ഈ കൂട്ടായ്മ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനല്ല എന്നെനിക്കറിയാം. പക്ഷേ ഇവിടെ തിങ്ങിക്കൂടിയ ഈ ജനബാഹുല്യവും നിങ്ങളുടെ നിശബ്ദതയും തെളിയിക്കുന്നത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് പുതിയ വികസന അജണ്ടകൾ ഉണ്ടായേ തീരൂ എന്നാണ്. കാരണം നവകൊളോണിയലിസത്തിന്റെ കാളകൂടത്തിനെതിരെയുള്ള ഐക്യപ്പെടലിന്റെ കൂട്ടായ്മയുടെ ഒരു പുതിയ രൂപമാണ് ഞാൻ ഇതിലൂടെ കാണുന്നത്. ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൻ്റെ രൂപങ്ങളിലേക്ക് വരികയാണ്. നിങ്ങൾ നിശബ്ദ താഴ്വരകളാകുന്നത് ശബ്ദമില്ലാത്ത മനുഷ്യരുടെ പുതിയ പുതിയ ജന്മങ്ങൾ കൊണ്ടാണെന്ന് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ദുരന്തത്തിന്റെ ഭീകരമായ മുഖം എത്രമാത്രമാണെന്ന്, എത്ര ആഴത്തിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാര്, ഞാനും നിങ്ങളുമൊക്കെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവരാണ്. എൻ്റെ നാട്ടിലെ അമ്മമാരുടെ തൊഴിൽ, ഒരു ചെറിയൊരു തൊഴിൽ, ഇന്ന് അമ്മമാർക്ക് മുലപ്പാൽ കുടിക്കാൻ സാധിക്കുന്നില്ല. കണ്ടെത്തിയ ഒരുപാട് അമ്മമാരുടെ മുലപ്പാലിൽ സാധാരണയിലേക്കും അളവിൽ എൻഡോസൾഫാന്റെ ആവശ്യമുണ്ട്. വെള്ളത്തിലുള്ളതിനേക്കാളും അല്ലെങ്കിൽ മുലപ്പാലിന് അനുവദനീയമായതിനേക്കാളും 1200ഓളം ഇരട്ടി ppm എൻഡോസൾഫാൻ അമ്മമാരുടെ മുലപ്പാലിനുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നും എൻഡോസൾഫാൻ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഒരു മാസത്തിൽ 10-ലധികമാണ്. കാസർഗോഡ് ജനിച്ചു വീഴുന്ന പുതിയ കുഞ്ഞുങ്ങളെ പോലെ നിശബ്ദനായി കരഞ്ഞുകൊണ്ട്, ചിലപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാത്തതിൽ, കാരണം ഒഴുകിയാൽ ചിലപ്പോൾ കാസർഗോഡിന്റെ വീണ വിഷത്തുള്ളികൾ കഴുകിക്കളയാനാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അധികാരികളുടെ ബദിരകരണങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന്റെ കണ്ണുനീരിന്റെ കൊണ്ട് ഒഴുക്കിക്കളാൻ പറ്റാത്തത്ര മാത്രം വിഷയങ്ങൾ ഇന്ന് കാസർഗോഡിന്റെ മണ്ണിലുണ്ട്. ഏത് രൂപത്തിലാണ് പ്രതികരിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. സമരത്തിന്റെ എല്ലാ രൂപങ്ങളും എനിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എന്റെ സമരം അവസാനിച്ചിരിക്കുന്നു. കാരണം ഈ സ്റ്റേജിൽ ഈ വികസനത്തിന് വേണ്ടി പോരാളികളുടെ സംവാദത്തിൽ സംസാരിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കിക്കൊണ്ട് അത് അവസാനിച്ചിരിക്കുകയാണ്. സാധാരണ ഫാക്ടറികൾ കൂട്ടുകഴിയുമ്പോൾ ആരെങ്കിലും ഒരാൾ തോൽക്കാറുണ്ട്. എന്നാൽ മാവൂർ രാസിം ഫാക്ടറി കൂട്ടിയപ്പോൾ ആരും തോറ്റിട്ടില്ല. അതാണ് ഒരു പ്രധാന വിഷയം. ഈ സമരത്തിൽ നടന്നതുകൊണ്ട് ഞാൻ എല്ലാ സമരങ്ങളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. കാരണം ഞങ്ങളുടെ സമരം 37 കൊല്ലക്കാലം നടന്നപ്പം എല്ലാ സമരക്കാരും ഞങ്ങളെ സഹായിച്ചു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും പോന്നിട്ടില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെങ്കിലും എല്ലാ സമരങ്ങളിലും പോകാറുണ്ട്. അപ്പൊ ഈ സമരങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ഈ സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനും അടക്കമുള്ള ചില കമ്മിറ്റികളൊക്കെ കൂടിയിട്ട് ഒരു യാത്ര, അതായത് പ്ലാച്ചിമുടയിൽ നിന്നും തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുന്ന ഒരു യാത്ര വിജയൻ വള്ളിക്കാവ് എന്ന് പറഞ്ഞ ഒരാളെ അയച്ചിരുന്നു. അപ്പൊ എല്ലാവരും പറഞ്ഞത് ഇയാളെ എല്ലാ സ്ഥലത്തും എല്ലാ ആളുകളും സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ വിട്ടത്. ഇയാൾ ആ ആവേശത്തിൽ തന്നെയാണ് പ്ലാച്ചിമുടയിൽ നിന്നും നല്ല കാളവണ്ടിയിൽ ഇയാൾ യാത്ര ചെയ്തു. ഈ പറഞ്ഞോൽ ആരും തിരിഞ്ഞു നോക്കിയില്ല. അദ്ദേഹത്തെ എവിടെയെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ അത് സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ മാത്രമാണ് എന്ന് ഞാൻ അയാളെ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ അയാൾ പറഞ്ഞു. അപ്പോ ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ സോളിഡാരിറ്റിയുടെ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എനിക്ക് മറ്റൊന്നും കൊണ്ടിട്ട് സോളിഡാരിറ്റി വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭാഗമായിട്ടാണല്ലോ വരുന്നത്. എനിക്ക് അവരോടും ഒരു നന്ദിയുണ്ട്. കാരണം മാവൂർ ജാസി സമരത്തിൽ പല പത്രങ്ങളും
ഞങ്ങളെ പല പ്രാവശ്യം സഹായിച്ചു, പല പ്രാവശ്യം ഞങ്ങളെ കുത്തി. ഞങ്ങളെ കുത്താത്ത ഏക പത്രം മാധ്യമം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ പത്രങ്ങളും ഒരു പ്രാവശ്യം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ പ്രാവശ്യം ബർളയുടെ സാബുവിന്റെ പൈസ അവർക്ക് കിട്ടും, അതോടുകൂടി ഒരു പറയും. അതേ സമയത്ത് മാധ്യമം അതിന്റെ അവസാനം വരെ അത് അടച്ചുപൂട്ടണമെന്ന് എഡിറ്റോറിയൽ എഴുതുകയും അതുപോലെ അതിന്റെ അവസാനം വരെ പ്രവർത്തിച്ച ഒരു പത്രം. പാലത്തിന്റെ സമരവുമായി പ്രവർത്തിച്ചിട്ടുള്ളതെന്നുള്ളതിന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുക. വളരെ സമയത്തിന് പ്രശ്നമുള്ള മട്ടാഞ്ചേരി BOT പാലത്തിന്റെ സമരത്തിന് വളരെ സജീവമായി പ്രവർത്തിച്ചാണെന്നതിന് ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റ് 30 കോടി മുടക്കിയാൽ 434 കോടി 13 വർഷം 9 മാസം കൊണ്ട് കിട്ടുന്ന ഒരു പരിപാടിയാണ് മട്ടാഞ്ചേരി പാലത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അതിനെതിരായിട്ടുള്ള സമരം തുടങ്ങിയത് മട്ടാഞ്ചേരിയിൽ. അതൊരു ഫലം ചെയ്തു. അതിനുശേഷം സോൾഡാറ്റ് ഹൈവേയുടെ പരിപാടി മട്ടാഞ്ചേരിയെ ചൂണ്ടിക്കാണിക്കാനുണ്ടായി എന്നുള്ളതാണ്. വളരെ ഗൗരവമേറിയ പല വികസന പ്രശ്നങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയത് ഈ പ്രശ്നത്തിൽ നിന്നാണ്. ഇന്ന് ഒരു സമരം തുടങ്ങി വെച്ചിട്ടാണ് അതാണ് ഇടക്ക് പോകേണ്ടി വന്നത്. നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലെ നമ്പർ 1 ബ്ലേഡ് കമ്പനികളായി മാറിയിരിക്കുന്നു. സുനാമി ബാധിത പ്രദേശമല്ല എന്നുള്ള കാരണം കൊണ്ട് സൗദി, മാനാശ്ശേരി, കണ്ണമാലി, ചെല്ലാനം പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് 500ഓളം ജപ്തി നോട്ടീസുകൾ അയച്ചിരിക്കും. ആ ജപ്തി നോട്ടീസിനെതിരായി ബ്ലേഡ് കമ്പനിക്കാരായ സൊസൈറ്റികൾക്കെതിരായിട്ടുള്ള സമരം പ്രഖ്യാപിച്ചിട്ടാണ് പോകുന്നത്. ശ്രീമതി മേധാ പട്കറാണ് ആ സമരത്തെ ഉദ്ഘാടനം ചെയ്തത്. കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ പരിമിതികൾ കൊണ്ട്. സമരത്തിന് സോൾഡാറ്റ് എടുത്തിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ച് ജനകീയ സമരം, പ്ലാച്ചിമടയായാലും ഇന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ബഹുമുഖ സമരങ്ങളിലെല്ലാം സോൾഡാറ്റിയുടെ താല്പര്യവും അവരുടെ പ്രവർത്തകരുടെ ഉത്സാഹവുമെല്ലാം പ്രവർത്തകർക്ക് സജീവമായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനകീയ പ്രവർത്തകർക്ക് സജീവമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ ആത്മവീര്യം കെടാതെ അവർ കൂടുതൽ ശക്തി നിങ്ങളുടെ പക്ഷത്ത് ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് സോൾഡാറ്റിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. മനുഷ്യാരംഭം മുതൽ ഇന്നോളമുള്ള ഇരകളുടെ, മർദ്ദിതരുടെ, ചൂഷിതരുടെ പോരാട്ടങ്ങൾക്ക് പ്രചോദനമേകിയ ആദർശ ദർശനത്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ അത്തരം എല്ലാ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെയും അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന അത്തരം പോരാളികളുടെ കൂട്ടായ്മയ്ക്ക് ഇവിടെ അവസരമൊരുക്കിയ, അങ്ങനെ പോരാളികളുടെ സംഗമത്തിന് അവസരമൊരുക്കിയ സോൾഡാറ്റിക്ക് എല്ലാവിധ വിജയവും ആശംസിച്ചുകൊണ്ട് ഇതിന് അവസരം നൽകിയതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വിപ്ലവത്തെ വിജയത്തിലേക്ക് നയിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിയമപരമായ പരിമിതികളും നിയമപരമായ സാധ്യതകളും വികസനം തെറ്റായ രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ നമുക്ക് സ്വീകരിക്കുവാനുള്ള മാർഗങ്ങളുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടെ സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള രൂപരേഖ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ സാധ്യതകൾ കൂടെ നിങ്ങൾ ഉൾക്കൊള്ളിക്കണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പലതും കിട്ടിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനമായി ലഭ്യമായത് നമ്മുടെ പോരാട്ടങ്ങൾക്ക് ഒരു ആത്മാവ് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട ഒരു പോരാട്ടമെന്ന് നാം കരുതിയിരുന്ന ഒരു വിഷയം ഒരൊറ്റപ്പെട്ട വിഷയമല്ല എന്നും നാട്ടിൽ നടക്കുന്ന, ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വികസന അജണ്ടയുടെ ഇരകളായി തീർന്നവരുടെ കൂട്ടായ നിശ്വാസത്തിന്റെ ഒരൊറ്റ നിശ്വാസം മാത്രമാണ് എന്റേത്, ഞങ്ങളുടേത് എന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മുടെ പോരാട്ടത്തിന് ഇന്ന് ഒരു ആത്മാവ് കൈവന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2005 ഫെബ്രുവരി 1 കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെട്ടു കഴിഞ്ഞു. ഇനി ചരിത്രത്തിൽ നിന്ന് ഈ മഹാസംഭവത്തെ മായ്ക്കുവാൻ ആർക്കും സാധ്യമല്ല.
അപ്പോൾ നാം ഒന്നാണ് എന്ന ഒരു തിരിച്ചറിവോടുകൂടി പാപ്പ് എന്ന ഓമരപ്പേരിട്ട് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പ്രൊജക്ട് അഫക്റ്റഡ് പീപ്പിൾ. വികസന പദ്ധതികളുടെ ഇരകളായി കഴിയുന്ന മനുഷ്യർ. ഈ മനുഷ്യർ കേരളത്തിലുടനീളമുണ്ട്, ഇന്ത്യയിലുടനീളമുണ്ട്, ലോകത്തുടനീളമുണ്ട്. അവർ ഒന്നാണ് എന്ന ഒരു തിരിച്ചറിവോടുകൂടിയാണ് നാം ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. നാം മനസ്സിലാക്കുന്നു ലോകത്തെങ്ങുമുള്ള പോരാളികളുടെ പിന്തുണ നമ്മോടൊപ്പമുണ്ടെന്ന്. നാം തിരിച്ചറിയുന്നു നമ്മുടെ പിന്തുണ ലോകത്തെങ്ങുമുള്ള പോരാട്ടങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന്. ഈ ഏകാത്മക മനസ്സോടുകൂടി, ഒറ്റക്കെട്ടായ മനസ്സോടുകൂടി നാം ഇവിടെ നിന്ന് തൽക്കാലം നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നു. ഇതോടുകൂടി പ്ലാച്ചിമടയിലെ ആദിവാസി, ചെറിയ അഴീക്കലിലെ മീൻ കച്ചവടക്കാരൻ, കരിമകളിലെ സാധാരണക്കാരൻ, കാസർഗോഡിന്റെ സഖ്യനു താഴ്വരയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ദലിത പിന്നോക്ക ജനവിഭാഗത്തിന്റെ പ്രതിനിധികൾ എല്ലാം ഒരു ഊർജം ആർജിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഊർജമാണ് ഇനി മുതൽ കേരളത്തെ നയിക്കുക എന്ന് ഞാൻ. രാഷ്ട്രീയാതീതമായ ഒരു രാഷ്ട്രീയത്തിന്റെ മണിമുഴക്കം കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത്. കക്ഷിരാഷ്ട്രീയത്തിന്റെ മലീമസമായ ചളിക്കുണ്ടിൽ നിന്ന് ജനം ഉയർന്ന് കക്ഷിരാഷ്ട്രീയാതീതമായ ഒരു രാഷ്ട്രീയം, മനുഷ്യബന്ധുവായിട്ടുള്ള, പ്രകൃതിബന്ധുവായിട്ടുള്ള ഒരു സോഷ്യൽ ഫോഴ്സ്, ഒരു സാമൂഹ്യ ശക്തിയുടെ കാഹളം മുഴക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ എന്ന് ഞാൻ മനസ്സിലാക്കി. കുത്തിയിരുന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് ആവേശം കൊണ്ട്, വേദന കൊണ്ട് പുളഞ്ഞ ഒരു സംവാദം നമ്മുടെ അനുഭവത്തിൽ തീരെ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. വളരെ വിരളമായിരിക്കും എന്ന കാര്യം ഏതായാലും ഉറപ്പാണ്. ഇതിന്റെ ഓർമ്മകൾ തീർച്ചയായിട്ടും വരും കാലത്ത് സോളിഡാരിറ്റി ഇവിടെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കും. അതുപോലെ ഇവിടെ കൂടിച്ചേർന്ന മുഴുവൻ പോരാട്ട സംഘടനകളുടെയും പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇത്രയും നേരം ഇരുന്നിട്ടും നമുക്കാർക്കും ഒരു തരത്തിലുള്ള ക്ഷീണവും ഉണ്ടായില്ല. കണ്ടാൽ ക്ഷീണമുണ്ട് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന എനിക്ക് പോലും ഇത് നിർത്താൻ ഉള്ള മനസ്സില്ല. ഇത് ഇനിയും തുടരണം. തുടർന്നുപോമായ ഈ അനുഭവം നിങ്ങളോടൊപ്പം ഞാൻ സന്തോഷപൂർവ്വം പങ്കുവെക്കുകയാണ്. ഇനി ഒരു കാര്യം, ഇവിടെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ ഉൾപ്പെടെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കാസറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ വാക്കുകൾ പാഴ്വാക്കുകളാവുകയില്ല. തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ച് സോളിഡാരിറ്റിയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തും. നിങ്ങളുമായി, ഈ പോരാട്ട സംഘടനകളുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തുടരും, ശക്തിപ്പെട്ട രീതിയിൽ തന്നെ തുടർന്നു കൊണ്ടുപോകും എന്ന് ഉണർത്തുവാൻ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോളിഡാരിറ്റി നിങ്ങൾക്ക് സമീപസ്ഥമായിട്ടുള്ള ഒരു സംഘടനയാണ്. നിങ്ങൾക്ക് ആർക്കും എപ്പോൾ വിളിക്കാൻ അവകാശമുള്ള സംഘടനയാണ്. സോളിഡാരിറ്റി അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഒരു ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ്, ഒരു കടമയുടെ ഭാഗമായിട്ടാണ്. കേരളത്തിലെ 1000-ഓളം പ്രദേശങ്ങളിൽ നിരവധി സോളിഡാരിറ്റി പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും അവരുമായി ബന്ധപ്പെട്ട് സഹകരണം തേടുക എന്നത് നിങ്ങളുടെ അവകാശമാണ് എന്ന് അറിയിക്കുവാൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോൾ വിളിച്ചാലും ഞങ്ങളുടെ ആ പ്രദേശത്തുള്ള പ്രവർത്തകർ നിങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് പോരാട്ടത്തിനും സാധാ സന്നദ്ധമാണ് എന്ന ഒരു സന്തോഷ വാർത്തയാണ്. നിങ്ങൾ ഇത്രയധികം ഇവിടെ ഇരുന്ന് വിഷമിച്ചതിന് ആശ്വാസമായിട്ട് എനിക്ക് സംസ്ഥാന സമ്മേളനം ഒരു പാർട്ടി സമ്മേളനമല്ല, ഈ കേരളത്തിന്റെ പ്രശ്നങ്ങളെ മുൻനിർത്തിയുള്ള സമ്മേളനമാണ്. ഈ വരാനിരിക്കുന്ന മാസങ്ങളിൽ ഏപ്രിൽ 23, 24 തീയതികളിൽ പാലക്കാട് നടക്കുന്നത് ഈ സമ്മേളനത്തിന്റെ സമാപനമായിരിക്കും. കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ ഭാഗത്തുള്ള പ്രത്യേക പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സമ്മേളനങ്ങൾ ഞങ്ങൾ നടത്തും. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കും, വരണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ
ഇവിടെ പെരിയാറിന്റെ പ്രശ്നം പറഞ്ഞു. സോളിഡാരിറ്റി പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇവിടെ പ്രക്ഷോഭം നടന്നു വരുന്നുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയന്തര ശ്രദ്ധയറിയിക്കുന്ന വിഷയം ഈ പെരിയാറാണെന്ന് കരുതിക്കൊണ്ട് ഒരു പെരിയാർ സമ്മേളനം തന്നെ സോളിഡാരിറ്റി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളിലും ആ ജില്ലയിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ ഈ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായിട്ട് എല്ലാവർക്കും ഇതിൽ സംബന്ധിച്ച പോരാളി സംഘടനകൾക്കും നന്ദി രേഖപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു. അണിചേർന്നു നിൽക്കുക, കണ്ണീർ തുടക്കുന്ന കൈകളായി മാറുക, ഓർത്ത കൈ അഴിയാതെ അണിചേർന്നു നിൽക്കുക. ഈ നീലമാനത്തിൻ നെഞ്ചിൽ നിന്നൂറുന്ന ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി, ഹൃദയരക്തത്തിന്റെ മുദ്രയാണിക്കൊടി. ഭഗീരഥ നടിച്ചുവൻ അരമനകളിൽ വാഴും അധികാരികൾക്കു പേടിക്കിനാവാകുക, ഭഗീരഥ നടിച്ചുവൻ അരമനകളിൽ വാഴും അധികാരികൾക്കു പേടിക്കിനാവാകുക. ഒച്ചയില്ലാതെ പിടയ്ക്കുന്ന പീഡിതർ ഉച്ചത്തിൽ ചോദിക്കും നാവായി മുഴങ്ങുക, ഒച്ചയില്ലാതെ പിടയ്ക്കുന്ന പീഡിതർ ഉച്ചത്തിൽ ചോദിക്കും നാവായി മുഴങ്ങുക. ഘനമേഘപാളികൾ വിണ്ട് ഗർജിക്കുക, കലകളച്ഛേദം നടത്തി മുന്നേറുക, ഘനമേഘപാളികൾ വിണ്ട് ഗർജിക്കുക, കലകളച്ഛേദം നടത്തി മുന്നേറുക.